നമ്മുടെ കാലുകളിൽ ചെരുപ്പ്, ഷൂ, നല്ല വിലപിടിപ്പുള്ളത്, ഏറ്റവും നല്ലത് നമ്മൾ ധരിക്കുന്നു. പക്ഷെ അതിൽ സുന്നത്തില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇദൻ തഅല അഹദുക്കും ഫൽയബ്ദഅ ബിൽ യമീൻ വഇദാ നസഅ ഫൽയബ്ദഅ ബിശ്ശിമാൽ. നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ അല്ലെങ്കിൽ ഷൂ ധരിക്കുമ്പോൾ ആദ്യം വലത് കാൽ കൊണ്ട് തുടങ്ങണം. വലത് കാലിൽ ആദ്യം ധരിക്കണം, പിന്നെ ഇടത് കാലിൽ ധരിക്കണം. വഇദാ നസഅ, ആ ചെരുപ്പോ ഷൂവോ അഴിച്ചു വെക്കുകയാണെങ്കിലോ ഫൽയബ്ദഅ ബിശ്ശിമാൽ, അത് അഴിക്കുമ്പോൾ ഇടത് കാലിലുള്ളത് ആദ്യം അഴിക്കണം. ലിയഖ്തകുനിൽ യുംന അവ്വലുഹുമാ യുൻതഅലു വആഖിറുഹുമാ യുൻസ. വലത് കാലിലുള്ളതാകണം ആദ്യം ധരിക്കുന്നതും അവസാനം അഴിക്കുന്നതും. ഇതൊരു വഹിയാണ്, ഉപരിലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ വഹിയാണിത്. ചെരുപ്പും ഷൂ ധരിക്കുമ്പോൾ സത്യവിശ്വാസികൾ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും ഈ സുന്നത്ത് ശീലിച്ചേ പറ്റൂ. പക്ഷേ എത്ര പേർ ശീലിക്കുന്നുണ്ട്? ഇത് ഒരു അധ്വാനവുമില്ലാതെ ധാരാളം പ്രതിഫലം ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് വാരിക്കൂട്ടാൻ പറ്റുന്ന ഒരു അമൽ, ഒരു ചെറിയ നിസ്സാരമായ ഒരു അമൽ. നമ്മൾ ശ്രദ്ധിക്കണം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഒരിക്കൽ ദർസ് എടുക്കുകയാണ്. അദ്ദേഹം ദർസ് എടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് വിശദീകരിക്കാൻ, നിങ്ങൾ ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിച്ച് നടക്കരുത്. ലാ യംശി അഹദുക്കും ഫീ നഅലിൻ വാഹിദ. ഹദീസിലുള്ള ഒരു തിരക്കാണ്. ആരെങ്കിലും അങ്ങനെ ചെയ്യോ? സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യൂല. കാരണം അത് നടത്തത്തെ ബാധിക്കും, സുഖമായി നടക്കാൻ കഴിയൂല. എന്നിട്ടും ഒരു വഹിയാണ്, ഒരു കാലിൽ മാത്രം ചെരുപ്പോ ഷൂവോ ധരിച്ച് നടക്കരുത്. അതിനെ വിശദീകരിച്ച് മുഹദ്ദിസുകൾ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് പിശാചിന്റെ നടത്തമാണ്, അത് മനുഷ്യന്റെ ശരിയായ നടത്തത്തിന് ഗുണകരമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ തന്റെ ദർസിൽ ഈ ഹദീസ് വിശദീകരിച്ചപ്പോ ആ ദർസിലിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മൾ വല്ല സദസ്സെന്നൊക്കെ ഇറങ്ങി പോകുമ്പോ നമ്മൾ ചെരുപ്പും ഷൂവും വെച്ച സ്ഥലത്ത് എന്തുണ്ടാവും? അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മാറ്റിയിട്ടുണ്ടാവും. ഒരു ചെരുപ്പ് ഇവിടെ, ഒരു ചെരുപ്പ് അവിടെ, കുറച്ച് ദൂരം. അപ്പോ ഈ ഒരു ചെരുപ്പ് കാലിലിട്ട് അടുത്ത ചെരുപ്പ് നോക്കിയാൽ കാണുന്നിടത്തുണ്ട്, അവിടേക്ക് നടന്നു പോകാൻ പറ്റുമെന്നാ ചോദിച്ചത്. അപ്പൊ ഇബ്നു ബാസ് റഹിമഹുല്ലാ വീണ്ടും പറഞ്ഞു, ലാ യംശി അഹദുക്കും ഫീ നഹലിൻ വാഹിദ. ഒരു കാലിൽ മാത്രം ചെരുപ്പിട്ട് നടക്കരുത്. അപ്പൊ ഈ ചോദിച്ചാള് വീണ്ടും ഒരൊറ്റ ചവിട്ട്, തൊട്ടപ്പുറത്ത് ചെരുപ്പുണ്ട്, ഇപ്പുറത്ത് ഈ ചെരുപ്പുണ്ട്, അതിട്ട് അപ്പുറത്ത് കിടന്ന് നടന്നുകൂടെ? ഒരു ചവിട്ട്, ഒരു ചവിട്ട് മതി. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഒരു ചവിട്ടടിയുടെ കാര്യത്തിൽ പോലും നീ അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോ, താല്പര്യം കാണിച്ചോ എന്നാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മുടെ നല്ല ശ്രദ്ധ ഉണ്ടാവണം. കാരണം ഇത് വഹിയിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് എന്നതുകൊണ്ടാണ്.